ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് സതീശന് നടിച്ചൊരു വാചകമുണ്ട്. പിന്നെ ചെന്നൈയിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഇത് വിറ്റിരിക്കുന്നത്. ഇത് കേരളത്തിലുള്ള ഒരു കോടീശ്വരൻ ഇത് മേടിക്കാൻ സാധ്യതയില്ലല്ലോ. കേരളത്തിന് പുറത്തേക്ക് അത് പറയാം. അത് കരാമ്പള്ളിയോട് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറയാം. അല്ല, ഞാനിത് ആദ്യമേ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ എന്താ 3 ദിവസം മുമ്പ് കോടതി വിധി വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞെന്താ 40 ദിവസം ഇത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് ചെന്നൈയിൽ എത്തിച്ചതെന്ന് കോടതി പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം മാറ്റിവെച്ചതെന്നാണ് എന്റെ അറിവെന്ന് പറഞ്ഞ 3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ? അതെ, സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വിറ്റു. സതീശൻ ഇത്ര ആധികാരികമായി ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്നറിയോ? സതീശൻ ഇതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. വിറ്റു എന്നും വാങ്ങി എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. അത് സാഹചര്യ തെളിവ് വെച്ച് നമുക്ക് സ്ഥിരീകരിക്കുകയും ചെയ്യാം. ആദ്യം സതീശൻ എന്തുകൊണ്ട് സമ്പന്നനായിട്ടുള്ള ഒരു വ്യവസായി ഇത് വാങ്ങി എന്ന് പറഞ്ഞാൽ ആ വ്യവസായിയുടെ ബിനാമിയായിട്ട് ഒരാൾ വാങ്ങി എന്ന് നമുക്ക് സംശയിക്കാൻ പറ്റുന്ന ഒരു ദൃശ്യം നിങ്ങളെ കാട്ടിത്തരാം. ദേ നോക്കിയേ, ഈ ദൃശ്യം കണ്ടോ? സമ്പന്നനായിട്ടുള്ള ഒരു വ്യവസായി മരുമോനായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ വലിയ സഞ്ചിയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മാനമായി കൊടുത്ത 2 ചാക്ക് ഉൾപ്പെടെ ആ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ദ്വാരപാലക ശില്പം സബ്സ്റ്റാൻഷിയേറ്റ് എമൗണ്ട് എന്ന് സതീശൻ പറഞ്ഞില്ലേ? സബ്സ്റ്റാൻഷിയേറ്റ് എമൗണ്ടിൽ വാങ്ങാൻ പറ്റുന്ന ഒരാളാണതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോടിക്കണക്കിന് ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ കൊടുത്ത ഒരു വലിയ വ്യവസായിയാണ്. ആ വ്യവസായിയുടെ ബിനാമി എന്നുള്ള നിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന സ്ത്രീയെ കണ്ടല്ലോ. ഇനി സതീശൻ വളരെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഥ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ഡീലിങ്സ് വളരെ കൃത്യമായിട്ട് സതീശൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് സതീശൻ വളരെ കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. മോൾഡിൽ ഉണ്ടാക്കിയ സാധനമാണ്. യഥാർത്ഥ സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല. അതിൽ നിന്ന് യഥാർത്ഥ ദ്വാരപാലക വിഗ്രഹം വലിയൊരു പർച്ചേസർക്ക് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ടിന്, ഹ്യൂജ് എമൗണ്ടിന് വിറ്റെന്നാണ്. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി 10-25 പവൻ സ്വർണം കൊണ്ടുപോയി വിചാരിച്ചോ. അയാള് വല്ല ജുവലറിയിലോ സ്വർണ്ണപ്പണിക്കാരുടെ അടുത്തോ ഇത് കൊണ്ടുപോയി വിൽക്കും. അപ്പൊ ചിലപ്പോ അതിന് പകുതി വിലയ്ക്കാ 3/4 വിലയ്ക്ക് കിട്ടും. ഇത് അടിച്ചു മാറ്റിയ സ്വർണത്തിന്റെ വാല്യൂ അല്ല ഇതിനകത്തുള്ളത്. ഇതെന്താ? അയ്യപ്പന്റെ മുമ്പിലിരുന്ന ദ്വാരപാലക വിഗ്രഹമാണ്. അതിന് ഇൻവാല്യൂബിൾ ആണ്. കോടിക്കണക്കിനാണ് അതിന്റെ വില. അത് മേടിക്കാൻ ആളുകളുണ്ടാവും. കാരണം അവരെ കബളിപ്പിച്ചിട്ടാണ്. കട്ട സാധനമൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു കോടീശ്വരനാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അത് പറയട്ടെ, അത് പറയാ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ചെമ്പിന്റെ മോൾഡാണെന്ന് പറഞ്ഞില്ലേ? കേട്ടല്ലോ. ഇനി ഈ കച്ചവടം നടത്താൻ ഒരാൾ ഏജന്റ് നിന്നു. ആ ഏജന്റ് ആയിട്ടുള്ള വ്യക്തി സ്വാഭാവികമായിട്ട് സതീശൻ പറയുന്ന കഥകൾ വെച്ചിട്ട്, അല്ലെങ്കിൽ സതീശൻ ഇപ്പോൾ വിശദീകരിക്കുന്ന രീതി വെച്ചിട്ട് ആ ഏജന്റ് പണിക്ക് നിന്ന വ്യക്തി UDF കൺവീനർ ആയിട്ടുള്ള വ്യക്തിയാണോ എന്നും നമുക്ക് സംശയിക്കാം. നോക്കിയേ, എന്തായിരിക്കും ആ UDF കൺവീനറിന് ചുടുകട്ട വലിപ്പത്തിലുള്ള ആ കെട്ടിപ്പൊതിഞ്ഞ സമ്മാനം കൊടുത്തിട്ടുണ്ടാവുക? നോക്കിയേ, ദൃശ്യത്തിൽ കണ്ടോ? എന്തിനാണ് സ്വന്തം മണ്ഡലത്തിലുള്ള എപ്പോഴും കാണുന്ന പല പരിപാടിക്കും ബന്ധപ്പെടാറുള്ള അടൂർ പ്രകാശിന് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ സമ്മാനം കൊടുക്കേണ്ട കാര്യം? ഈ അവതാരത്തിന് എങ്ങനെയാണ് അടൂർ പ്രകാശിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും സമ്മാനപ്പൊതി കൊടുക്കാൻ പറ്റുന്ന ആളായി മാറിയിട്ടുള്ളത്? ആലോചിക്കണ്ടേ? പറഞ്ഞു വരുന്നതനുസരിച്ച് സതീശൻ വിശദീകരിക്കുന്ന രീതി വെച്ചിട്ടും ഈ ഡീലിങ്സിലെ സൈലന്റ് പാർട്ണറാണ് സതീശൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാര്യം ഇത്ര കൃത്യമായിട്ട് ആ ദ്വാരപാലക വിഗ്രഹം മറിച്ചു വിറ്റു എന്നും അത് ഒരു വ്യവസായി വാങ്ങിയിട്ടുണ്ടെന്ന് സതീശൻ ഉറപ്പിച്ച് പറയുമ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ആ വ്യവസായി ആരാണെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. കള്ളം കപ്പലിൽ തന്നെയാണ്. ആ കച്ചവടത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം UDF കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശും കൂടി പങ്കുചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോ റൂട്ട് എവിടേക്കാണെന്നും എവിടെ പരിശോധിച്ചാൽ ഈ ദ്വാരപാലക വിഗ്രഹം കണ്ടെത്താമെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് വെളിവാകുന്നുണ്ട്. അത് ഭക്ത കുചേലരായിട്ടുള്ള സംഘപരിവാറിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള വിശ്വാസികളായിട്ട് കുറിയൊക്കെ അടിച്ചു നടക്കുന്ന സഹോദരനും സഹോദരിയുമുള്ള ഒരു നാട്ടിൽ ഇതൊക്കെ എവിടെ എത്തി എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരികയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ വ്യവസായിയുടെ അമ്മയായിട്ട് ബന്ധം വന്നിട്ടുണ്ടോ ആ വഴി സ്വാഭാവികമായും അത് ഡൽഹിയിൽ എത്തിയോ എന്നുള്ള സംശയം ബലപ്പെടേണ്ടിയിരിക്കുന്നു.